സൂചിപ്പിച്ചതുപോലെ ഗൾഫ് സന്ദർശനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ബഹ്റൈനിലെത്തിയിരിക്കുകയാണ്. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നാളെ നടക്കുന്ന പ്രവാസി മലയാളി സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഷഫി, ഈ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ബഹ്റൈനിലെത്തുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളൊക്കെ ഈ ചടങ്ങ് ബഹിഷ്കരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ടല്ലോ. അമൃത, ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിൽ എത്തിച്ചേർന്നത്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്ന മുഖ്യമന്ത്രിക്ക് എംബസി അധികൃതരും സംഘാടക സമിതി അംഗങ്ങളും ചേർന്നാണ് സ്വീകരണമൊരുക്കിയത്. സ്വീകരണത്തിന് ശേഷം അദ്ദേഹം ഹോട്ടലിലേക്ക് മടങ്ങി. 2 ദിവസം നീളുന്ന ഷെഡ്യൂളാണ് മുഖ്യമന്ത്രിക്ക് ബഹ്റൈനിലുള്ളത്. അതിൽ ആദ്യ ദിവസമായി ഇന്ന് അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടികളൊന്നും മുഖ്യമന്ത്രി കമ്മിറ്റ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ അംബാസഡറുടെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിന് ഉച്ചഭക്ഷണത്തിന് ക്ഷണമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതല്ലാതെ ഇന്ന് മുഖ്യമന്ത്രി ഇന്ന് ബഹ്റൈനിൽ മറ്റ് പരിപാടികളൊന്നും പങ്കെടുത്തിട്ടില്ല. നാളെ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് വൈകിട്ട് 6:30 നടക്കുന്ന പ്രവാസി മലയാളി സംഗമത്തിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക. അതിൽ ഉദ്ഘാടകനായിരിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുക. ലോക കേരള സഭയും മലയാളി മിഷനും സംയുക്തമായി സഹകരിച്ച് നടത്തുന്ന പ്രവാസി മലയാളി സംഗമത്തിൽ അദ്ദേഹം ബഹ്റൈനിലെ പ്രവാസികളെ അഡ്രസ്സ് ചെയ്യും. പ്രവാസികൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രവാസി ക്ഷേമനിധി, പ്രവാസി പെൻഷൻ തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങളിൽ അദ്ദേഹം ഇവിടുത്തെ പ്രവാസി സമൂഹവുമായി സംവദിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം പ്രവാസി സമൂഹത്തിന് സഹായകമാകുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് ഇവിടെ പ്രത്യാശിക്കുന്നത്. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ബഹ്റൈനിലെ UDF അനുകൂല പ്രവാസി സംഘടനകൾ മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന്, അതായത് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ വരവ് മുന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണെന്നുമാണ് അവർ ആരോപിക്കുന്നത്. അതിൽ പ്രധാനമായി അവർ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഇതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിലെത്തുന്നത് 2017 അന്ന് ബഹ്റൈൻ കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അതിഥിയായാണ് അദ്ദേഹം ബഹ്റൈനിലേക്ക് വന്നത്. അന്ന് വന്ന് ബഹ്റൈനിലെ പ്രവാസി സമൂഹത്തെ അഡ്രസ്സ് ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും ബഹുഭൂരിപക്ഷവും വാഗ്ദാനങ്ങളും പാലിച്ചിട്ടില്ല എന്നാണ് ബഹ്റൈനിലെ UDF അനുകൂല പ്രവാസി സംഘടനകൾ ആരോപിക്കുന്നത്. അന്ന് 2017 പ്രഖ്യാപിച്ച ലോക കേരള സഭ മാത്രമാണ് നടപ്പിലാക്കിയതെന്നും ബാക്കി ബഹുഭൂരിപക്ഷം വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയിട്ടില്ല എന്നും ആരോപിച്ചും കൂടിയാണ് അവർ ഈ പരിപാടി ബഹിഷ്കരിക്കുന്നത്. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടത്, മുഖ്യമന്ത്രിക്കൊപ്പം നാളെ വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, MA യൂസുഫ് അലി, ഇന്ത്യൻ അംബാസഡർ വിനോദ് K. ജേക്കബ് തുടങ്ങിയവരും പങ്കെടുക്കും.